ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു തോരൻ, അതായത് ഉപ്പേരി, പുതിയ ഒരു ഉപ്പേരി ഇതാ വെക്കാൻ പോകുന്നു. പുതിയതല്ല കേട്ടോ, ഇതിന് മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, കുറേ മുമ്പ്. ഇപ്പോൾ എണ്ണിക്കാമ്പ്, അതായത് വാഴപ്പിണ്ടി എണ്ണിക്കാമ്പ് എന്നൊക്കെ അല്ലേ പറയൽ. ഇവിടെ എണ്ണിക്കാമ്പ് എന്നാണ് പറയുക, വാഴപ്പിണ്ടി എന്നും പറയും കേട്ടോ. അപ്പോൾ അതാണ് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ 2 കഷ്ണം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കഷ്ണം ഞാൻ എടുത്ത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. വേണ്ട, അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച്, ഓരോരുത്തരെ എരിവിനനുസരിച്ച് എടുക്കട്ടോ. അപ്പോൾ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണേ. എല്ലാവർക്കും നമുക്ക് സുഖമാണ്. അതുപോലെ നിങ്ങളെയും വിശ്വസിക്കണേ നമ്മൾ കേട്ടോ. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളൊരു ഡോക്ടർ പറയുന്നുണ്ട്, എന്താണ്, ഈ വാഴപ്പിണ്ടി നിങ്ങൾ ഇഷ്ടം പോലെ കിട്ടണേ അത്രയും കഴിക്കണത് നല്ലതാണ്. അതായത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. എന്തൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്, പുണ്ണിന് ഇതിൻ്റെ ഈ നീര് നല്ലതാണ്. അതായത് വാഴച്ചുണ്ടും നല്ലതാണ്, വാഴപ്പിണ്ടി നല്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വാഴൻ്റെ ഒന്നും കളയാനില്ല. ഇല നല്ലതാണ്, ഓരോന്നിനും എടുക്കുക. അതിൻ്റെ പോള കയറാക്കുക, എല്ലാത്തിനും നല്ല ഉപകാരമുള്ളൊരു സാധനമല്ലേ വാഴ. നമ്മളെ വീട്ടിൽ ഒരു വാഴെങ്കിലും വെക്കണം കേട്ടോ. ഞാനൊന്നും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ വാഴ ഉണ്ടായിന്. അപ്പം നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനൊക്കെ നല്ലതായിരുന്നു. അതിൽ മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് പൊരിച്ചെടുക്കാനും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വാഴയില്ല. അപ്പോൾ ഞാൻ ചെറുത് അവിടെ വെച്ചിട്ടുണ്ട്. അതിന്മേൽ ഇലയൊന്നും എടുക്കാനായിട്ടില്ല. ഇതിപ്പോൾ അടുത്തുള്ള ഒരാൾക്കാർ തന്നതാട്ടോ, വേറെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ. നമുക്ക് ഒരു 3 അല്ലി ചുമന്ന ഉള്ളി, ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിക്ക് ഒതുക്കാൻ. പിന്നെ നമുക്ക് ഇനി ഇതിക്ക് തേങ്ങ വേണം. ഒരു അരമുറിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയ ലേശം അരിയാണ്. ഇതൊന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലപോലെ പൗഡറാണ്ട, ഒന്ന് അല്ലാത്ത രീതിയിലൊന്ന് ഇങ്ങോട്ട് ഒതുക്കി, അതിലും കുറച്ചും കൂടി ഒന്ന് ഇതായി കിട്ടുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണിപ്പം നമ്മളെ പെരി. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇത് ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഇടയ്ക്കൊന്ന് കഴിക്കണത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കണ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. തേങ്ങ ചിരകിട്ടോ, മുളക്, തേങ്ങ, ഉള്ളി, ചുമന്ന ഉള്ളി, വെളുത്തുള്ളി ഇട്ടോ. ഇതിക്ക് ഒരു പിഞ്ച് എന്താണ് മഞ്ഞൾപ്പൊടി ഇടണം. ഇത്ര മതി. വെളിച്ചം ഉണ്ട്, അതുകൊണ്ട് വെളിച്ചം കുത്തി നിങ്ങൾ കണ്ടോയെന്നറിയില്ല. അപ്പോൾ ഒരു 2 സ്പൂണ് അരി എടുക്കണം കേട്ടോ. ഇനി ഞാൻ ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ചോറിന് പറ്റിയ ഒരു തോരൻ. എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ അതല്ല, ഇത് കുഴച്ച് ഇങ്ങനെ ചോറ് തിന്നാണ്ടല്ലോ, ഒരു ചമ്മന്തിയോ അച്ചാറോ ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. അത് രണ്ടും മാത്രം മതിയാവും നിങ്ങൾക്ക് ഒരു 2 പ്ലേറ്റ് ചോറുണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിന്. അരി ഒന്ന് കഴുകി ഒരു അരിപ്പയിൽ വാരി വെച്ചിട്ട്, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അരി കഴുകാതെ ഒന്നും പറ്റില്ല കേട്ടോ. ഇവിടുന്ന് കൊണ്ടുവരണവും പറ്റില്ല, റേഷൻ കടയത്ത് ഒന്നിനും പറ്റില്ല കഴുകാതെ. ഇന്നൊക്കെ ഉള്ള അരിയേക്കും ഇടക്കോട്ട് ഇതാക്കി. അപ്പം അതൊന്ന് കഴുകിയെടുക്കണം. അതാ അതൊന്ന് ഈ കിട്ടണയാണ്.
വെള്ളമൊക്കെ ഒന്ന് വറ്റണം. വറ്റിയിട്ട് ഇതൊന്ന് പൊരിഞ്ഞ് വരും. അപ്പം നമുക്ക് ഇത് വാങ്ങി വെക്കാം. എന്നിട്ട് ഇടിവെള്ളിലോ അല്ലെങ്കിൽ ചെറിയ മിക്സിൻ്റെ ജാറിലോ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വറുക്കട്ടെ. നമ്മൾ അരി പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് ചായക്ക് കടിയില്ലെങ്കിൽ കുറച്ച് അരി ഇട്ട് വറുത്ത് ഇപ്പോൾ കടിക്ക് ഇങ്ങനെ നിലവിളിക്കുമ്പോൾ കടിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം കേട്ടോ കുറേ മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്താണ്. അപ്പോൾ അരി ഉണ്ട് എടുത്ത് കഴുകി വറുത്തിട്ട് ലേശം തേങ്ങ ചേർത്തിട്ട് മധുരം ഇട്ട് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുടിക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ പാല് പോലെ ഉണ്ടാവും, പക്ഷേ തേങ്ങാപ്പാലിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ്. ഞാനിപ്പോഴും എനിക്ക് ഇഷ്ടമാട്ടോ ഞാൻ ഉണ്ടാക്കി കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. അന്ന് ടേസ്റ്റ് നോക്കിയിട്ടൊന്നുമല്ല, അന്ന് വേറെ ഒന്നുമില്ല കഴിക്കാൻ. എന്നിട്ട് എന്തെങ്കിലും തരില്ലേ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. ഗോതമ്പ് വറുത്ത് പൊടിച്ച് തരിക. തേങ്ങ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട്, തേങ്ങ വേണം ഇതിനൊക്കെ. ചിലപ്പോൾ തേങ്ങയൊന്നും ഉണ്ടാവില്ല, വെറുതെ ആ കട്ടൻ ചായക്ക് മധുരം ഇട്ട് തരും. ഞാനൊരുപാട് കുടിക്കുന്നു. ഗോതമ്പൊക്കെ അങ്ങനെ ശർക്കര മാത്രം ഇട്ട് വറുത്ത്. അന്നൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണമല്ലല്ലോ, നമുക്ക് കുറവല്ലേ. ഇപ്പം വേണ്ട, അപ്പോഴത്തെ ഭക്ഷണമൊന്നും പറ്റൂല. ഇപ്പോഴത്തെ ഭക്ഷണം നിന്നിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും രോഗവും ക്യാൻസറും അതും ഇതൊക്കെ. അപ്പം ഇങ്ങനത്തതൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ലതാണ്. അല്ല, ഇതൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം. അല്ലാതെ വെറും മന്തി, നെയ്ച്ചോറും ബിരിയാണി, ഇതെന്തൊക്കെ പുതിയ മോഡൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ എന്നും വാങ്ങി കൊടുക്കരുത്. ഇടയ്ക്കൊക്കെ പൂരിക്കൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കുക എന്നല്ലാതെ അത് സ്ഥിരം പരിപാടിയാക്കരുത് എന്നാണ് എനിക്ക് പറയാറ്. എനിക്ക് ഇഷ്ടമല്ല, ഞാനങ്ങനെ അതിനൊക്കെ എതിരുള്ള ആളാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് തിന്നാന്നല്ലാതെ എന്നും അത് കഴിച്ചാലേ. അന്നൊക്കെ അമ്മമാർ ഇങ്ങനത്തെ എണ്ണിക്കാമ്പ്, കപ്പളങ്ങ ഇത് ഞങ്ങളൊക്കെ തിന്നാൻ വളർന്ന് ഇതൊക്കെ എന്ത് ഭക്ഷണമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഭക്ഷണത്തിലേറെ നല്ലത്, ഏറ്റവും നല്ല ഒരു ഭക്ഷണം പണ്ടത്തെ ഭക്ഷണ രീതി. അന്ന് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറവായിരുന്നു. ഇപ്പം ഷുഗറും കൊളസ്ട്രോളും യൂറിക് ആസിഡും ഇല്ലാത്ത ഒരു മനുഷ്യന്മാരും. എല്ലാവർക്കും തൈറോയിഡും. ഇതില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കാണിച്ചു തരുമോ? ആരുമില്ല, എല്ലാവർക്കും രോഗമാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടായത് തന്നെയാണിത്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞ് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച്, എണ്ണയൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർ. ഇത് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ നല്ലോണം. ഞാനും മന്തിയൊന്നും തിന്നിട്ടല്ല, ടെൻഷൻ കയറിയാലും ഉണ്ടാവും എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചിക്കനൊന്നും കൂടുതൽ കഴിക്കാത്ത മനുഷ്യനാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ തൈറോയിഡ് ഇല്ലാത്ത ഒരു മനുഷ്യന്മാരുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കടുകിട്ട് വർത്താനത്തിൽ കൂടി അത് പറഞ്ഞില്ല നിങ്ങളോട്. പിന്നെ ഇനി എന്താ ഇടണേ? കറിവേപ്പിൻ്റെ ഇല കഴുകി ഒരു കവറിൽ കെട്ടി വെച്ചതാണ് ഇത്. അപ്പോൾ തീ കുറച്ച് കൂടുതലാണ്. ഒരു വറ്റൽമുളക് കണ്ടില്ല. ഇത്ര പെട്ടെന്നാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. എന്നിട്ട് ഇതൊന്നും ആൾക്കാർ ചെയ്യൂല. കുറേ മടിയാണ് പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ അതാ ഇതിലേക്കാണ് ഇട്ട് ഇത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വാഴയൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ അടുത്തൊക്കെ ഉണ്ടാവും. അവിടെ പോയി മേടിച്ചാൽ മതി.
വാഴപ്പിണ്ടിയൊക്കെ എല്ലാവരും ഒന്ന് ഇളക്കിതാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പ് എവിടെയെങ്കിലും കൊണ്ടേക്കും ഞാൻ. എന്നിട്ട് അത് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോകണം. പിന്നെ ഒരനക്കും കേൾക്കാത്തത് കുറച്ച് ഉപ്പിട്ട്. ഉപ്പ് പാകത്തിന് ഇട്ടാം. ഉപ്പ് മുളക് പാകത്തിന്. നമ്മളിതൊന്ന് അടച്ച് വെക്കുക. മൂടി ഇതിന് പറ്റില്ല. അടച്ച് വെച്ചു. അപ്പോൾ അത് നമ്മളെ എന്താണ് ഉണ്ണിക്കാമ്പ് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പിടാ ഞാൻ ഇതുപോലെ ഒടുക്കിയെടുത്തതാണ്. കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് ഇത് എരിവൊക്കെ ഉണ്ടാവും. കുറച്ച് എരിവ് വേണം. ഇതൊന്ന് ആവി കയറി റെഡിയാക്കി തേങ്ങൻ്റെ പച്ചച്ചോളം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്നങ്ങോട്ട് അടച്ച് വെക്കും ഒരു 2 മിനിറ്റ്. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് എടുത്ത് മൂടി ഈ ഇതുണ്ടാവും ഇതുപോലെ പൊടിച്ചെടുക്കണ്ടി. തോനെ പൊടിയാവാതെ അരിയാട്ടോ അത് പൊടിച്ച്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇടണമെന്ന്. നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇട്ടാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇത് ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇട്ടാൽ ഒരു ടേസ്റ്റും കൂടി പോകും. അത്രയേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവരാരും ഇടണ്ട. ഇതും കൂടി ഇടുമ്പോഴാണ് ഇതിനൊരു എന്താ പറയുക പൊന്നിക്കാമ്പായതുകൊണ്ടൊരു ഇതൊന്നുമില്ല. പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടാലും ഒരു നല്ലതാണ്. ഉപ്പുണ്ടാക്കട്ടെ. ഉപ്പുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് കഞ്ഞിക്കും നല്ലതാണ്, ചോറിനും നല്ലതാണ്. ആയി അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളതിൽ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ പറഞ്ഞു തരില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. പിന്നെ ലൈക്കും ചെയ്യുക കേട്ടോ. എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും.